ഭാരതപ്പുഴയിൽ അതിപ്രാചീന കാലം മുതൽ നിലനിന്ന് വന്നിരുന്ന കുംഭമേളയ്ക്ക് സമാനമായിട്ടുള്ള ധാർമ്മിക സംഗമമാണ് മഹാമാഘം. അത് മാഘമാസം, അത് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മാസമാണ്. പൊതുവെ സന്യാസിമാരുടെയും രാജാക്കന്മാരുടെയും മാസമാണ് മാഘം. അതുകൊണ്ട് പ്രയാഗ്രാജ് കുംഭമേളയൊക്കെ മാഘമാസത്തിലാണ്. മാഘമാസം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ കണക്കാക്കും. ഒരു പൂർണ്ണിമയിൽ അവസാനിക്കുന്നതായിട്ടും അമാവാസിയിൽ അവസാനിക്കുന്നതായിട്ടും. പക്ഷെ മാസത്തിൻ്റെ പേര് ആ പൂർണിമ വരുന്ന നക്ഷത്രം, അതായത് മകത്തിൻ്റെ സംസ്കൃതമാണ് മാഘം. അപ്പം മകം നാളിലായിരുന്നു പണ്ട് പൂർണിമ വന്നിരുന്നത്. അപ്പം അത് ഈ ഗ്രഹങ്ങളുടെ ചെറിയ ഗതിയിലുള്ള ചെറിയ വ്യത്യാസമൊക്കെ കൊണ്ട് ഒരു ദിവസം മാറിയാണ് വരുന്നത്. അപ്പോൾ ആ മാഘമാസത്തിൽ ജനുവരി, ഇത് രണ്ടും ചേർത്ത് വരുമ്പോൾ ഈ വർഷം 2026 ജനുവരി 3 തൊട്ട് ഫെബ്രുവരി 15 പൗഷപൗർണമി തൊട്ട് ശിവരാത്രി വരെയാണ്, മഹാശിവരാത്രി വരെയാണ് ഈ മാഘം രണ്ട് പരമ്പരകളും കൂടി ചേർന്ന് വരുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രയാഗ്രാജിലൊക്കെ വലിയ മഹാമാഘ മഹോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനുവരി 3 അത് തുടങ്ങും. അങ്ങനെ കേരളത്തിൽ അതിപൗരാണിക കാലം മുതൽ നടന്നു വന്നിരുന്ന, അതെല്ലാ വർഷവും ഈ മാഘ മഹോത്സവം നടക്കും. അത് 12 വർഷം കൂടുമ്പോൾ അതിവിപുലമായിട്ട് കൊണ്ടാടും. അപ്പോൾ കേരളത്തിൽ ആദ്യകാലത്ത് കേരളത്തിലെ സാധാരണ പണ്ഡിതരായിട്ടുള്ള ആളുകൾ, വേദജ്ഞരായിട്ടുള്ള ആളുകൾ, അങ്ങനെ എല്ലാവരും ചേർന്ന് നടത്തിയിരുന്നത്. പിന്നീട് കേരളത്തിനൊരു അധികാരി വേണം എന്നുള്ളൊരു ഘട്ടത്തിൽ അന്ന് വാൾനമ്പിമാർ എന്ന് പറഞ്ഞ്, പിന്നെ അതിന് ശേഷം ചക്രവർത്തി എന്നുള്ള രീതിയിലുള്ള പെരുമാൾ. അപ്പോൾ ഈ 12 വർഷം കൂടുമ്പോൾ നടക്കും മാഘമേളയിൽ, അതുവരെയുള്ള മാഘമേള അവർ നടത്തി. 12 വർഷം കൂടുമ്പോഴുള്ള മാഘമേള, അതിൽ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്ത് വാനപ്രസ്ഥത്തിന് പോയി പുതിയ ആളെ ചക്രവർത്തിയെ തിരഞ്ഞെടുക്കും. നമ്മൾ ഈ ജനാധിപത്യവും അതൊക്കെ ഇന്നത്തെ കാലത്ത് സായിപ്പിൽ നിന്ന് നമ്മൾ പഠിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിപുരാതന കാലത്ത് കേരളത്തിൻ്റെ ചക്രവർത്തിയെ തിരഞ്ഞെടുത്തിരുന്നത് ഈ മഹാമാഘത്തിൽ കൂടുന്ന സന്യാസിമാരുടെയും ആചാര്യന്മാരുടെയും ഒക്കെ ധാർമ്മിക വിദ്വത് സഭയാണ്. അപ്പോൾ യാഗങ്ങൾ നടക്കും, വൈദികമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നടക്കും, പൂജകൾ നടക്കും, എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒപ്പം നടക്കും.